ഹലോ, ജുബീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് അടിക്കണം കേട്ടോ. എന്നിട്ട് ലെമൺ റൈസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി നിൽക്കുന്നൊരു പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ബസ്മതി റൈസ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും, ഞാൻ 2 ഗ്രാമ്പു 2 പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നമുക്കൊരു ചെറിയൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെടുത്ത് മാറ്റാം കേട്ടോ. ഇതിൽ നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് നെയ്യ് വേണമെന്നില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ഏത് എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയൊരു ഇഞ്ചിയുടെ ഒരു അര പീസ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കടലപ്പരിപ്പും കടലയും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളത് നമ്മളൊരളവിലെടുത്താൽ മതി. കടുക് പൊട്ടിച്ചിട്ട് കടലപ്പരിപ്പും കടലയും കാഷ്യൂനട്ടും കറിവേപ്പിലും എല്ലാം കൂടെ ഇട്ട് ഇഞ്ചി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ചെറു തീയിലിട്ട് വഴറ്റിയെടുക്കണം, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലോണം മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കേട്ടോ. 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചിലർക്ക് കളറ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും, അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. 1 ടീസ്പൂണൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കാൻ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകുന്നൊരു കയ്പ്പ്, നമുക്ക് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് എല്ലാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ മതി. ഞാൻ 2 ചെറിയ നാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ച ചോറ് ഇതിനകത്തേക്ക് ഇടുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 90% കുക്കായാൽ മതി, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറു തീയിൽ ഒരു 5 മിനിറ്റ് കേട്ടോ, ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി, എന്നിട്ടൊരു മണിക്കൂർ നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമ്മൾ ആവി കയറ്റിയിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവർ, ലെമണിൻ്റെയും എല്ലാം ഫ്ലേവർ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു.